ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയിൽ വളരാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചില സമയത്ത് നിലനിൽപ്പിനുള്ള വരം ഉണ്ടല്ലോ. നിലനിൽപ്പിനുള്ള ഉടമ്പടിയിൽ ഇപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷൻസ് പോയിൻറ്റുകൾ വരും. ചിലപ്പോൾ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നത് നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ചില വിഷയങ്ങളൊക്കെ ചില ആൾക്കാരോട് സംസാരിച്ച് ഉടക്കി പിരിഞ്ഞ് ചിലയിടത്ത് ചെന്നപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പോൾ ഇറിറ്റേറ്റീവ് പോയിൻറ്റ്സ് ഒത്തിരി ഉണ്ടാകും ഇതിൻ്റെ അകത്ത്. നമ്മൾ ചോറിന് കല്ല് കടിക്കുന്ന പോലെ ഇടയ്ക്കുന്ന ഇറിറ്റേഷൻ പോയിൻ്റാണ്. ഇതിനെ അതിജീവിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത്, നിങ്ങൾ കുർബാന സ്വീകരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോഴുമൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ആന്തരിക അഭിഷേകം തരണമെന്ന്. നിങ്ങൾ എന്ത് ചെയ്താലും, ഒരു ദാനധർമ്മം ചെയ്താലും, ഒരു പത്രം കൊടുത്താലും, ഒരു ഓർഫനേജിൽ പോയാലും, മറ്റുള്ളവർക്ക് നന്മ ചെയ്താലും നിങ്ങൾ കർത്താവിനെ പറഞ്ഞു, കർത്താവ് ഈ പ്രവർത്തനങ്ങൾ എനിക്ക് ആന്തരികമായ അഭിഷേകം വർദ്ധിക്കാൻ വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് പറയണം. ആന്തരിക അഭിഷേകം. ഈ ആന്തരിക അഭിഷേകം വന്നാൽ ഇറിറ്റേഷൻസ് കുറയും. ഇറിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഉൾഭയങ്ങൾ, വിഷമതകൾ, നിരാശകൾ, സങ്കടങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ അത് ആവശ്യമില്ലാത്ത, നമ്മൾ ഉടമ്പടിയിലാണ്, പക്ഷേ നമുക്ക് സങ്കടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. പുതിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇറിറ്റേഷൻ പുതിയ വരും. ഉടമ്പടി വെക്കണ കാലത്തില്ലാത്ത കാര്യങ്ങൾ പുതുതായിട്ട്, അപ്പോൾ നമ്മൾ ജീവിതം മുന്നോട്ട് പോകില്ല. ഓരോ ദിവസവും പുതിയ പുതിയ ദിവസങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാനുള്ള മാർഗം എന്താണ്? ആന്തരിക അഭിഷേകം പ്രാർത്ഥിക്കണം. എന്ത് ചെയ്താലും ആന്തരിക അഭിഷേകം ഉണ്ടാകണം. ഇപ്പം ഞങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ, നമ്മുടെ അലക്സച്ചൻ, ജോമോള്, പിന്നെ എൻ്റെ ഡ്രൈവർ സൂർബൽ, നമ്മുടെ ജനറൽ മാനേജർ, ഞങ്ങളെല്ലാവരും കൂടി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ നിലക്കൽ പള്ളി പോയി, കാട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ ഒരു അലങ്കര അസോസിയേഷൻ്റെ ഒരു യോഗ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ പോയപ്പോഴേ ഞാൻ അവിടുത്തെ പള്ളിയിലൊക്കെ കുർബാനയൊക്കെ ആരംഭിച്ചു, പ്രൈവറ്റ് മാസ്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ മാതാവിനെ കാണാനില്ല. അപ്പം ഞാൻ അലക്സച്ചനോട് മാതാവില്ലല്ലോ ഇവിടെ. എനിക്ക് മാതാവില്ലാത്തത് ഞാൻ പള്ളിയായിട്ട് പോലും അംഗീകരിക്കത്തില്ല. അതൊരു കെട്ടിടം എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ. കെട്ടിടം, നീണ്ട ഒരു കെട്ടിടം. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ അത് എക്യുമെനിക്കലാണെന്ന് പറഞ്ഞു. എക്യുമെനിക്കൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സഭക്കാരും. അപ്പം ഞാൻ പറഞ്ഞു എല്ലാ സഭക്കാരും കൂടി ഇപ്പോൾ മാതാവ് പോയാന്ന് ചോദിച്ചു. അത് എല്ലാ സഭക്കാരുടെയും കൂടിയാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു. അപ്പം നോക്കിയപ്പോൾ വേറെയും ചില ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. മത്തിയാസൊക്കെ കാണാനില്ല അവിടെ. കർത്താവ് ഇതിൻ്റെ കാലത്ത് തിരഞ്ഞെടുത്ത ആളാണ് മത്തിയാസ്. മത്തിയാസിന് പകരം പൗലോസിനെയാണ് ശിഷ്യന്മാരുടെ വെച്ചിരിക്കുന്നത്. എക്യുമെനിസം കൂടി വരുമ്പോൾ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ ബലി ചെയ്തുകൊണ്ട് ഒരു എക്യുമെനിസത്തിൻ്റെ സാധ്യത ദൈവം അത് അംഗീകരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. മനുഷ്യർ തമ്മിൽ ഐക്യം ഉണ്ടാക്കുന്നതിനേക്കാൾ വലുത് വിശ്വാസത്തിലെ വ്യക്തത പാലിക്കുന്നതാണ്. അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ എന്നാലൊരു ആശ്വാസം തോന്നി. എന്താ വെച്ചാൽ കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത്. അപ്പം കുരിശിൻ്റെ വഴിക്കുള്ള കുഴപ്പമെന്ന് പറയുമ്പോൾ, ഈ മാതാവിനെ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ കുരിശിൻ്റെ വഴി മാതാവുണ്ടല്ല. 4-ാം സ്ഥലത്തും 13-ാം സ്ഥലത്തൊക്കെ മസ്റ്റായിട്ട് ആളുണ്ട്. ആളെല്ലായിടത്തും തന്നെ ഉണ്ട്. അപ്പം അതൊരു ആശ്വാസമായി. ഏതായാലും ഈ കുരിശിൻ്റെ വഴി ഉണ്ടല്ലോ എൻ്റെ അടുത്തെന്ന് വിചാരിച്ചപ്പോൾ ഒരു ആശ്വാസമായി. എന്താ കാര്യം? ആളുണ്ട് അവിടെ. കാരണം അങ്ങേരാണല്ലോ ഈ അപ്പോസ്തലന്മാരെല്ലാത്തിനെയും, തോമാശ്രീയാനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഓരോ സ്ഥലത്തേക്ക് വിട്ടിരുന്നത് ആരാണ്? അമ്മയായിരുന്നു അവിടെ ഇവരുടെ ആസ്തി ഭദ്രതയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആള്. അപ്പം അമ്മയുടെ ഒരു കൂട്ടായ്മയിലാണ് ഈ അപ്പോസ്തലന്മാർ വളർന്ന് വന്നത്. അപ്പം അതുകൊണ്ട് നമ്മളും ആധ്യാത്മികമായിട്ട് വളർന്ന് വരുമ്പോൾ യേശുക്രിസ്തുവിനെ വളർത്തി ലോകത്തിന് കൊടുത്ത ഒരാളിൻ്റെ ആധ്യാത്മികതയേക്കാൾ വലിയൊരു ആധ്യാത്മികത സഭയ്ക്ക് കാഴ്ചവെക്കാനില്ല. അതിൻ്റെ ഏറ്റവും സമ്യക്കായിട്ടുള്ള ഇതും സമഗ്രമായിട്ടുള്ള രൂപമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എന്താണ്? അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ക്രിസ്തുവിൽ വളരുക, ക്രിസ്തുവിൽ വളർത്തുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. കൃപാസനത്തിൽ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില ആൾക്കാരെ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് അത് നിങ്ങളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം അച്ചിട്ടതാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് ഇതുപോലെ ഇടയ്ക്കുള്ള ആകസ്മികമായ ക്ലേശങ്ങൾ. അത് നിങ്ങൾ മോശമായിട്ടൊന്നുമല്ല. പിശാസ് അങ്ങനെ പറയും, നിങ്ങൾക്ക് കാലക്കേടാണ്, ഗ്രഹപ്പിഴയാണ് എന്നൊക്കെ പറഞ്ഞു തരും, നിങ്ങൾക്ക് ദോഷമാണെന്നൊക്കെ പറയും. അങ്ങനെയല്ല, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം അച്ചിട്ടതാണോ? അച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? മുദ്ര. സീൽഡാണോ? ഒപ്പുണ്ട്, പക്ഷെ സീലില്ല. ഒപ്പുണ്ട്, ഇപ്പം അച്ചിട്ടെന്ന് പറഞ്ഞത് എന്താണ്? ഒപ്പിട്ടതെന്ന്, സീൽ ചെയ്തതാണെന്ന്. ഇപ്പം നിങ്ങളുടെ വിശ്വാസം സീൽ ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൽ എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഇപ്പം കളക്ടർമാർ ഒപ്പിട്ടാലും പറയും നിങ്ങൾ പോയി ക്ലർക്കിനെ കൊണ്ട് സീൽ ചെയ്യിച്ചോളാൻ പറയും. ഏതാണ്? ഓഫീസ് അറിഞ്ഞിട്ടാണ്. ഇത് പേഴ്സണലായിട്ടുള്ള സംഭവമല്ല, ഇത് ഓഫീസ് അറിഞ്ഞിട്ടാണ് ഈ പേപ്പർ ഇഷ്യൂ ചെയ്തിരിക്കുന്നതിനാണ് സീലെന്ന് പറയുന്നത്. അതാണ് നമ്മൾ സീലില്ലെങ്കിൽ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും വില ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അവിടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒപ്പ് കാണും, പക്ഷേ പഞ്ചായത്തിൻ്റെ സീല് വേണം അവിടെ. എന്താണ്? ഓഫീസ് അറിഞ്ഞിട്ടാണ് ഇത് നിങ്ങൾക്ക് തന്നിരിക്കണമെന്ന്. അതുപോലെ തന്നെ വിശ്വാസത്തിന് അച്ചിട്ട വിശ്വാസങ്ങളുണ്ട്. അച്ചിട്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവും സ്വർഗവും അറിഞ്ഞിട്ടാണ് ഈ സംഭവം നിങ്ങൾ വിശ്വാസത്തിൽ വളർന്നിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഉദ്യമങ്ങൾ മാത്രമല്ല, ദൈവത്തിന് നിങ്ങളുടെ വിശ്വാസ വളർച്ചയെക്കുറിച്ച് അറിയാം. അതിനാണ് ഇടയ്ക്ക് ക്ലേശങ്ങൾ വരണത്. പീഡിയ ഇടയ്ക്ക് ക്ലേശങ്ങൾ വരുവേ. ഇപ്പം നിങ്ങൾ ഓർക്കുന്ന ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ ക്ലേശവും തീരുമെന്നാൽ മതി. അങ്ങനെയല്ല. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ക്ലേശങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് ഉറപ്പ് കിട്ടും ദൈവത്തിൻ്റെ കൂടെ. അതാണ് ഈശോ, അതായത് ദൈവത്തിൽ കൂടെ പോകുമ്പോൾ ഇവിടെ വരുന്നൊരു വിഷയമെന്ന് പറയണത്, ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയണത്, നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നൊരു സാക്ഷ്യം. അയാളൊരു സിംഗപ്പൂർ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും. അപ്പോൾ അവർക്ക് എന്തോ ആ വിഷയം ഞാൻ ശരിക്കും ഓർക്കണില്ല, പക്ഷേ ഭാര്യയുടെ പാസ്പോർട്ട് അവരെ എംബസി പിടിച്ചു വെച്ചു. ആ ക്രിമിനൽ കേസിൽ പാസ്പോർട്ട് പിടിച്ചു വെച്ചു. അത് വിചാരണയായി. പിന്നെ അവസാനം ഇവർ അകത്തു പോണ കണ്ടീഷനായി. ഭാര്യയും ഭർത്താവും അകത്തു പോണ കണ്ടീഷനായി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഭർത്താവും ഭാര്യയും പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ കാര്യം? അവർ ഉടമ്പടി എടുത്തിട്ട് അവർ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഈ വിഷയത്തിൽ ദൈവം ഇടപെടണ വരെ ശാരീരികമായ ബന്ധമില്ല. പിന്നെ എന്തു ചെയ്യും? നമ്മുടെ ശമ്പളമെല്ലാം നമ്മൾ പാവത്തിങ്ങനെ കൊടുക്കും. നോക്കിയേ, ഉടമ്പടി. അതൊരു ഉടമ്പടിയാണ്. അവർ ഉടമ്പടിയുടെ ഉള്ളിൽ വേറൊരു ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. കവനൻ്റ് വിത്തിൻ കവനൻ്റ്. അവർ കവനൻ്റിലാണ്, പക്ഷെ അവർ വേറൊരു കവനൻ്റ് എടുത്ത്. എന്താണ്? നമ്മൾ രണ്ടും അകത്തുപോടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പരാതിന് വഴിയാധാരമാകും. അപ്പോൾ നമ്മൾ ഈ വിഷയം മേജർ പ്രോബ്ലമാണിത്. ഇതിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കണ്ടേ? അതാണ് വിഷയം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഓഫീസിൻ്റെ സീല് വേണ്ടേ? ഒപ്പിട്ട് മാത്രം പോരാ, ഓഫീസിൻ്റെ കൺകറൻസ് വേണം. അതുകൊണ്ടത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ വിഷയം സീരിയസ് എടുക്കുന്നു. എന്താണ്? ദൈവം ഈ വിഷയത്തിൽ ഇടപെടുന്നവരെ നമ്മൾ തമ്മിൽ ശാരീരികമായ ബന്ധമില്ല, അബ്സ്റ്റെയിൻ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തത് എന്താണ്? നമുക്ക് കിട്ടുന്ന ശമ്പളം നമ്മൾ പാവങ്ങൾക്ക് ദൈവത്തിൻ്റെ പേരിൽ കൊടുക്കും. അപ്പോൾ ദൈവത്തെ മനസ്സിലാകും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന്. പിന്നെന്താണ്? ആ വിഷയം ദൈവം ഇടപെടും. അതൊക്കെ. അപ്പോൾ അവർക്ക് വന്ന ഒരു ഭയങ്കര പ്രശ്നമാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. അതിനെ ഇവർ ജയിലിലായ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തില്ല. പക്ഷെ ആ വിഷയത്തെ അവർ കാണുന്നത് എന്താ? ഞങ്ങൾ ഇത്രയും കുഞ്ഞുനാൾ മുതൽ പ്രാർത്ഥിച്ചു, കുഞ്ഞുനാൾ മുതൽ ദൈവമെന്ന് വിളിച്ചു, പെരുന്നാൾ നടത്തി, എല്ലാ കാര്യവും കുടുംബ പ്രാർത്ഥന മുടക്കാൻ പോയിട്ട് ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചില്ല എന്നല്ല അവർ പറയണത്. അവർ പറഞ്ഞത് എന്താണ്? നമ്മളിത്രയും വൃത്തിയും മെനയായിട്ട് ജീവിച്ചിട്ട് പോലും നമുക്ക് ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുത്തിട്ട് ഓഫീസ് സീല് വാങ്ങിക്കണം, അച്ചിട്ട് വാങ്ങിക്കണം, സ്വർഗത്തിൻ്റെ സീൽ.
ഇപ്പം നമുക്കുള്ള പ്രശ്നത്തെ ഉപ്പ് മാത്രമേ ഉള്ളേ, സീൽ മേടിക്കണം, അതാണ് വിഷയം. ഉടമ്പടിയിൽ വൃത്തിയും മെനവാട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഓഫീസ് സീല് കിട്ടും. ദൈവത്തിനെ വിശ്വസിക്കണ്ടേ? ദൈവത്തിനെ വിശ്വസിക്കണമല്ല നിങ്ങളാ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? നമ്മളിങ്ങനെ ശാരീരിക ബന്ധമില്ല. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം കേട്ടോ, അപ്പ് ചെയ്തിട്ടുണ്ടേ. പിന്നെ എന്താണ്? നമ്മുടെ സ്വത്ത് നമ്മൾ പാവത്തിന് കൊടുക്കും, ആവശ്യക്കാരന് കൊടുക്കും. അപ്പോൾ ഇത്രയും വലിയ ത്യാഗം ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നമ്മുടെ വിശ്വാസം എന്നുള്ളത് സത്യസന്ധമാണ്, വെള്ളം ചേർക്കാത്തതാണെന്ന്. എൻ്റെ ദൈവപൈതലേ, എന്തെങ്കിലും ഇഷ്യൂസ് ഇതുപോലെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം വെള്ളം ചേർക്കാത്തതാണെന്ന് നിങ്ങൾ ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഉടമ്പടിക്കുള്ളിൽ വേറൊരു ഉടമ്പടി കൂടി എടുത്തു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ദൈവത്തിൽ വളരാൻ പറ്റും. വളരണം, നിങ്ങൾ വളരട്ടെ. വിശുദ്ധവാരം അതിനായി വിനിയോഗിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുക, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോര വീണ്ടെടുത്തവനേ, പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം കേട്ട് വചനത്തിന് മഴ പെയ്തു, നമ്മളെല്ലാം നമ്മുടെ പൊടിയും അഴുക്കും എല്ലാം പോയി വിശുദ്ധീകരിച്ച് ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ നമ്മളങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ഒരു കാഴ്ചയായി നിൽക്കുകയാണ്. കൈവർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാണപ്രിയ, ചങ്കിലെ ചോര വീണ്ടെടുത്തവനേ, വീണ്ടെടുത്തു. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോര വീണ്ടെടുത്തവനേ, വീണ്ടെടുത്തു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പൊന്നുമക്കളെ, നമ്മൾ ആരാധനയിലേക്ക് രോഗസൗഖ്യത്തിലേക്കും പ്രവേശിക്കുകയാണ്. കർത്താവ് നിങ്ങളെ തീർത്ഥാടനത്തിൽ ഇവിടെയുള്ളവരെയും ഓൺലൈനിൽ ഉണ്ടാകാൻ പോകുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും നിങ്ങൾക്ക് ആവശ്യമായ വിടുതൽ നൽകുകയും ചെയ്യുന്ന ദൈവികമായ സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. മക്കളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത കൽത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയ അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി
നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ മാർഗരോഗ്യങ്ങൾ, തീരാവേദികൾ, ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഈശോ എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, അസ്ഥികളിലും, ഞരമ്പുകളിലും, എല്ലാ ആന്തരിക അവയവങ്ങളിലും കർത്താവിന്റെ വിശുദ്ധമായ രക്തം നിറയട്ടെ. കരൾ രോഗങ്ങള്, കുഷ്ഠരോഗങ്ങള്, അതുപോലെ പ്രഷർ രോഗങ്ങള്, ഷുഗർ രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോട്ടെ. ഈശോ അങ്ങനെ വിശുദ്ധമായ രക്തത്താൽ തിരുവിഴാവിൽ നിന്നൊഴുകുന്ന വിശുദ്ധമായ രക്തത്താൽ അങ്ങനെ മക്കളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ, പൊടിക്കുഞ്ഞുങ്ങളെ, ഗർഭിണികളെ, ഗർഭത്തെ ശുചികളെ കർത്താവിന്റെ രക്തത്താൽ നിറയട്ടെ. മാർഗരോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മഹത്വപ്പെടുത്തണമേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ കരരോഗങ്ങള്, ഹൃദയരോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഹൃദയ രോഗങ്ങള് കർത്താവ് സ്പർശിക്കട്ടെ. ഈശോ സ്പർശിക്കരുതാവേ. എപ്പിലെപ്സി രോഗങ്ങള്, പിച്ചു രോഗങ്ങള്, രോഗങ്ങള്, പിസിയോഡ് രോഗങ്ങള്, കർത്താവ് ഹൈപ്പർ ആക്ടിവിറ്റികള് യേശുവിന്റെ നാമത്തില് സ്പർശിക്കപ്പെടട്ടെ. മാർഗരോഗങ്ങള്, തീരാവേദികള്, സിസ്റ്റുകള്, മുഴകള്, യേശു കാൻസർ രോഗങ്ങള് കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും മഹത്വപ്പെടുത്തണമേ. മഹത്വം എന്റെ മക്കളെ, ജോലിയില്ലാത്തവര്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെട്ടവര്, നഷ്ടപ്പെടാൻ പോകുന്നവര്, സർവോപരി പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷയുടെ റിസൾട്ട് സങ്കടത്തോടെയും ഉത്കണ്ഠയോടെയും പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങള്, പഴയ കുഞ്ഞുങ്ങളും ഇന്നത്തെ കുഞ്ഞുങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ചില ബുദ്ധിയും ബോധവും ഇല്ലാത്ത പിശാചുക്കള് ഞാൻ തോറ്റാൽ ആത്മഹത്യ വരെ ചെയ്യുന്ന വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ബോധവും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ. നിങ്ങൾ ഓർക്കുക, ഏതെങ്കിലും ഒരു വിഷയമോ ഏതെങ്കിലും ഒരു തോൽവിയോ ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ തോക്കത്തുള്ളൂ. വേറെ എന്ത് ലോകത്തിലുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടാനുള്ളതാണ്. നേടിയതെല്ലാം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പം അതിൻ്റെ അകത്ത് അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അളക്കരുത്, ദൈവത്തെയും അളക്കരുത്. മറിച്ച് കർത്താവേ, പരീക്ഷയ്ക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ ഇപ്പോഴും തീരാത്തവരുണ്ട്, അതേസമയം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട്. യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, സ്കൂൾ പരീക്ഷകൾ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ മനസ്സിൻ്റെ ആശങ്കകളെ നീ ഏറ്റെടുക്കണമേ. അവരുടെ മാതാപിതാക്കന്മാരുടെ ആശങ്കകൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാത്തരം തടസ്സങ്ങളും, ഈ പരീക്ഷ സംബന്ധമായ എല്ലാ ഭയങ്ങളും, ആശങ്കകളും, ഉത്കണ്ഠകളും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്റെ മക്കളെ, ഭവനമില്ലാത്തവര്, ഭവനത്തിന് വേണ്ടി അപേക്ഷ വെച്ചിട്ടുള്ളവര്, സർക്കാരിലും അല്ലാതെയും, വഴിയില്ലാത്തവര്, അവരുടെ ജോലി സംബന്ധമായ തർക്കങ്ങൾ കിടന്നവര്, സസ്പെൻഷൻ കിട്ടിയിട്ടുള്ളവര്, തിരിച്ചു കയറുന്നതിന് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുള്ളവര്, മക്കളില്ലാത്തവര്, വഴക്കിലും വിദ്വേഷത്തിലിരിക്കുന്നവര്, അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാരെ പിരിഞ്ഞിരിക്കുന്നവര്,
വിവാഹ നിശ്ചയത്തിലിരുന്ന നിശ്ചയം പോയിട്ടുള്ളവരെ, വിവാഹം താമസിക്കുന്നവരെ, അങ്ങനെ ഓരോരോ പല പല മരുന്നുകൾ കഴിച്ചിട്ട് മടുത്തിട്ട് മനസ്സ് നിരാശപ്പെടുകയും വീട്ടിലൊരു അല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. അവരെല്ലാം ഈ ആരാധന പരിശുദ്ധമ്മക്ക് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ നിമിഷത്തേക്ക് ഈ ധ്യാനം കേൾക്കുന്ന നിമിഷങ്ങൾ അവർക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാകാനും അമ്മ മാതാവിൻ്റെ മുല്ലപ്പൂ സുഗന്ധമോ വീശാനും അമ്മയുടെ മഴവില് കാണുവാനും അങ്ങനെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം, അങ്ങനെ ഒരു ആർക്കെങ്കിലും ആശങ്കകളോ ദൈവം കൂടെ ഉണ്ടോ ഇല്ലയെന്ന് ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാർക്കെല്ലാം കൃത്യമായ അടയാളം ലഭിച്ചുകൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷ സ്ഥിരീകരണം അവിടെ ജീവിതം സംഭവിക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ ആദികൾ, വേദികൾ, നിന്റെ ഭാരങ്ങൾ, നിന്റെ ആശങ്കകൾ യേശുവിന്റെ നാമത്തെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ബിസിനസ് സംബന്ധമായ ആൾക്കാര്, ഒരു ബിസിനസ് കണ്ടെത്താൻ വിഷമിക്കുന്നവര്, ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ വല്ല വരുമാനമില്ലാത്തവര്, ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ കസ്റ്റമേഴ്സ് ഇല്ലാത്തവര്, അതുപോലെ കടം പോയവര്, കടം കൊടുത്തവര്, ഏജന്റിന് പൈസ കൊടുത്തവര്, തിരിച്ചു കിട്ടാൻ മാർഗമില്ലാത്തവര്, വാടക താമസിക്കുന്നവര്, ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിക്കുന്നവര്, ഭവന നിർമ്മാണം തന്നെ ആശങ്കയിലായിരിക്കുന്നവര്, അങ്ങനെ ഓരോ മേഖലകളിലെ വിഷമം അനുഭവിക്കുന്ന ഇടിമുഴക്കം പോലെ കർത്താവിന്റെ നാമം സ്തുതിക്കട്ടെ. മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. മിഴികൾ നിറയുമ്പോൾ മൊഴികൾ ഇടരുമ്പോൾ സ്വരമായി മിഴികൾ നിറയുമ്പോൾ മഴവില്ലായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളും സഹനങ്ങളും എല്ലാം ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ലോകത്തിന് കൊടുക്കുവാനുള്ള മരിയൻ ഇടപെടലിൻ്റെ വലിയ സമയമാണെന്ന് ഇന്നത്തെ ഉടമ്പടി ആരാധനയിലൂടെ വെളിപ്പെട്ട് കിട്ടുകയായിരുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ കുറവുകളിലെല്ലാം പരിശുദ്ധ അമ്മ വഴി നേരിട്ട് ഇടപെടലുണ്ടായി എത്രയും വേഗം ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
Amen.